സെമി കണ്ടക്ടർ ചിപ്പുകൾ, ഇലക്ട്രോണിക് അസംബ്ലിയിലെ കിരീടം വയ്ക്കാത്ത രാജാവ്. ക്രെഡിറ്റ് കാർഡ് മുതൽ ലാപ്ടോപ്പിലും ഫോണിലും വാഷിംഗ് മെഷീനിലും വരെ നിർണായകമായ സാങ്കേതികവിദ്യ. AI കാലത്ത് ഒരു രാജ്യത്തെ സമ്പന്നമാക്കാനും ദരിദ്രമാക്കാനും ശേഷിയുള്ള വമ്പൻ വ്യവസായം. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ ലോകത്ത് വൈകി മാത്രം എത്തിയ ഇന്ത്യ നിർണായക ചുവടുവെപ്പാണ് ഈ അടുത്തിടെ നടത്തിയത്. വെറും 4 വർഷത്തിനുള്ളിൽ സ്വന്തമായി സെമി കണ്ടക്ടർ ചിപ്പ് നമ്മൾ വികസിപ്പിച്ചിരിക്കുന്നു. വിക്രം 3201. ചിപ്പ് ഉപഭോക്താവിൽ നിന്ന് നിർമ്മാതാവെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ച. ചൈനയ്ക്കും തായ്വാനുമൊപ്പം ഭാവിയിൽ കിടപിടിക്കാൻ പാകത്തിന് വലിയൊരു ചുവടുവെപ്പ്. ആരോഗ്യം, ഗതാഗതം, ആശയവിനിമയം, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി സർവ്വമേഖലകളിലും സെമി കണ്ടക്ടറുകൾ അവിഭാജ്യ ഘടകമാണിന്ന്, പ്രത്യേകിച്ച് AI ബൂമിന് ശേഷം. ലോകം കൂടുതൽ ഡിജിറ്റലൈസേഷനിലേക്കും ഓട്ടോമേഷനിലേക്കും നീങ്ങുമ്പോൾ പവർഫുൾ വെപ്പണാവുകയാണ് സെമി കണ്ടക്ടറുകൾ. ഈ ഒരു സാഹചര്യത്തിലാണ് സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണത്തിൽ സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ നിർണായകമാവുന്നതും. 2026 ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഉപഭോഗം 8,000 കോടി കടന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030 അത് 11,000 കോടി എന്ന നിരക്കിലേക്കും എത്തും. ആഗോളതലത്തിൽ സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിൽ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്ക് മതിയായ ആധിപത്യമുള്ളൂ. ചെലവേറിയ സെമി കണ്ടക്ടർ ഉൽപ്പാദന മേഖലയിലേക്ക് ഇന്ത്യയുടെ പ്രവേശനം ഏറെ വൈകിയാണ് താനും. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് NVIDIA ആണ് ഒന്നാമത്. സാംസങ്ങും ഇന്റലുമാണ് തൊട്ടുപിന്നിൽ. ചിപ്പ് നിർമ്മാണ മേഖലയിൽ കോടിക്കണക്കിന് നിക്ഷേപമാണ് US, ചൈന, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ നടത്തുന്നത്, അതും സ്വന്തം രാജ്യത്ത്. വലിയ കമ്പ്യൂട്ടിംഗ് ശക്തി ആവശ്യമുള്ള AI സാങ്കേതിക വിദ്യയ്ക്ക് പവർഫുൾ ചിപ്പുകൾ ആവശ്യമായി വന്നതോടെയാണ് ഈ മേഖലയിൽ പെട്ടെന്നൊരു ബൂം ഉണ്ടാവുന്നത്. ചിപ്പ് നിർമ്മാണ രംഗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ മത്സരത്തെ ശീതയുദ്ധകാലത്തെ ആണവ മത്സരവുമായിട്ടാണ് ടെക് ലോകം താരതമ്യപ്പെടുത്തുന്നത് പോലും. കോവിഡ് കാലത്ത് ആഗോള സെമി കണ്ടക്ടർ വിതരണത്തിലുണ്ടായ അനിശ്ചിതത്വവും തായ്വാൻ കടലിടുക്കിലെ ചൈനയുടെ സൈനിക ഇടപെടലുകളും ഇന്ത്യയിലേക്കുള്ള സെമി കണ്ടക്ടർ ഇറക്കുമതിയെ ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് 76,000 കോടി രൂപയുടെ പദ്ധതിയുമായി 2021 ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിക്കുന്നത്. 2022 സെമി കണ്ടക്ടർ സംരംഭങ്ങളെ ആഗോളതലത്തിൽ ഒരുമിപ്പിക്കാൻ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന RISC-V എന്നൊരു അസോസിയേഷനിലും ഇന്ത്യ അംഗമായി. സെമി കണ്ടക്ടർ രംഗത്തെ നിക്ഷേപ അവസരങ്ങൾ ലക്ഷ്യമിട്ട് 2023 ഇന്ത്യ 23-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് സെമികോൺ ഇന്ത്യ കോൺഫറൻസും നടത്തി. അന്ന് രാജ്യത്ത് സെമി കണ്ടക്ടർ നിർമ്മാണശാല ആരംഭിക്കുന്നതിന് 50% സാമ്പത്തിക പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. നിരവധി കമ്പനികളാണ് അതിനുശേഷം സന്നദ്ധത അറിയിച്ച് എത്തിയത്. സെമി കണ്ടക്ടർ മേഖലയിൽ മികച്ച പ്രതിഭകളെ വളർത്തിയെടുക്കാനും ആഗോളതലത്തിൽ അവർക്ക് തൊഴിൽ സൗകര്യമൊരുക്കാനും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളും രാജ്യത്താകമാനം ആരംഭിച്ചു. തമിഴ്നാട്, കേരളം, ഗുജറാത്ത് സംസ്ഥാനങ്ങളെല്ലാം വിവിധ പദ്ധതികളും വിദ്യാർത്ഥികൾക്കായി പുതിയ കോഴ്സുകളും രൂപപ്പെടുത്തി കഴിഞ്ഞു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ വൈദ്യുതിയുടെ ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. സ്മാർട്ട് ഫോണുകൾ, വയർലെസ് ആശയവിനിമയ ഉപകരണങ്ങൾ, അനുബന്ധ സ്മാർട്ട് ഉപകരണങ്ങൾക്കുമെല്ലാം ചിപ്പുകൾ ആവശ്യമാണ്. വാഹനങ്ങളുടെ എഞ്ചിൻ, ബ്ലൂടൂത്ത് സംവിധാനം, സീറ്റ് സിസ്റ്റം, കൊളീഷൻ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ട്രാൻസ്മിഷൻ, വൈഫൈ, വീഡിയോ ഡിസ്പ്ലേ സിസ്റ്റം പോലെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾക്കെല്ലാം സെമി കണ്ടക്ടർ ചിപ്പുകൾ അത്യാവശ്യമാണ്. വിക്ഷേപണ വാഹനങ്ങളുടെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത 32-ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ് വിക്രം 3201. ISROയും സെമി കണ്ടക്ടർ ലബോറട്ടറിയുമാണ് ചിപ്പ് നിർമ്മാണത്തിന് പിന്നിൽ. 2009 മുതൽ വിക്ഷേപണ വാഹനങ്ങളിൽ പ്രവർത്തിക്കുന്ന 16-ബിറ്റ് വിക്രം 1601ന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ പ്രോസസ്സർ. ബഹിരാകാശ വിക്ഷേപണങ്ങളിലെ ഉയർന്ന താപനിലയും കഠിനമായ കാലാവസ്ഥയും അതിജീവിക്കാനാകുമെന്ന ചിപ്പിന് വലിയ അളവിൽ മെമ്മറി കൈകാര്യം ചെയ്യാനും സങ്കീർണമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കും. PSLV C-60 ദൗത്യത്തിൽ പരീക്ഷിച്ച വിജയകഥയും വിക്രം 3201ന് പറയാനുണ്ട്. പ്രതിരോധം, വ്യോമയാനം, ഓട്ടോമോട്ടീവ്, ഊർജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലും വിക്രം 32 ചിപ്പിന് വൻ സാധ്യതകളുണ്ട്. നിലവിൽ 5 സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണമാണ് രാജ്യത്ത് നടക്കുന്നത്. 10 സുപ്രധാന പദ്ധതികൾക്ക് അംഗീകാരവും നൽകിക്കഴിഞ്ഞു. 6 സംസ്ഥാനങ്ങളിലായി 1.6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് കീഴിൽ 23 ഡിസൈൻ സ്റ്റാർട്ടപ്പുകൾക്കും ഇന്ത്യ ഇതുവരെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് തായ്വാനെയും ചൈനയുമാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത്. ആഗോള വിപണിയിൽ 5% ചൈനയുടെ കൈവശമാണ്. തായ്വാന്റെ പക്കൽ 65%. നിലവിൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടറുകളിൽ 100% ഇറക്കുമതി ചെയ്യപ്പെടുന്നവയാണ്. ഇതിൽ 37% ചൈനയിൽ നിന്നുള്ളവയാണ്.
സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ ചൈനയെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടതായി വരില്ല. അതേസമയം ചൈനയെ പൂർണ്ണമായി കൈയൊഴിയാനും ഇന്ത്യക്കാവില്ല. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങളായ ജർമേനിയം, ഗാലിയം, സിലിക്കൺ തുടങ്ങിയവയുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരാണ് ചൈന. ഈ ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈന തന്നെയാണ് മുന്നിൽ. 2024 ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ മൂല്യമെന്നത് $630 ബില്യൺ. 2025 ഇത് $697 ബില്യൺ അധികമായേക്കുമെന്നാണ് പ്രതീക്ഷ. AI, ഡാറ്റാ സെന്ററുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, 5G, 6G കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമോട്ടീവ് എന്നിവയിലെല്ലാം സെമി കണ്ടക്ടർ ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 2030 സെമി കണ്ടക്ടർ വിൽപ്പന $1 ട്രില്യൺ എത്തുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.